നമസ്കാരം. ACV ന്യൂസിൻ്റെ ഉള്ളു തുറന്ന പരിപാടിയിൽ ഇന്ന് പ്രൊഫസർ TJ ജോസഫ്. സ്വാഗതം ശ്രീ ജോസഫ്. ഒരു ക്ലാസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കിയതിലാണ് താങ്കളുടെ ജീവിതം തകർത്തെറിഞ്ഞത്. ഇന്ന് ആ സംഭവം നടന്നിട്ട് ഏതാണ്ട് 2 വർഷത്തിലധികം ആയിക്കഴിഞ്ഞിരിക്കുന്നു. താങ്കളെ കേരളം മറന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ പത്രങ്ങളിലും മറ്റ് TV മാധ്യമങ്ങളിലുമൊക്കെ വാർത്തകളൊക്കെ ഏതാണ്ട് നിലച്ച മട്ടാണ്. പക്ഷേ അതിൻ്റെ ഒരു കാലം കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ എവിടെ ചെന്നാലും ആളുകൾ എന്നെ തിരിച്ചറിയുന്നുണ്ട്. അവരുടെ അനുഭാവം, എന്നോടുള്ള ഒരു പിന്തുണ അവർ സംസാരത്തിലും അവരുടെ മറ്റ് പ്രവർത്തനങ്ങളിലുമൊക്കെ വിളിച്ചറിയിക്കുന്നുണ്ട്. ആ ഒരു ബലമാണ് എന്നെ എപ്പോഴും ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്തകൾ നിലച്ചു എങ്കിലും താങ്കളുടെയും കുടുംബത്തിൻ്റെയും ജീവിതം ബാക്കി നിൽക്കുകയല്ലേ? ജീവിതം അതിൻ്റേതായ രീതിക്ക് പോവും. ജീവിതം ഒരു യാത്രയാണല്ലോ. ജീവിതയാത്രയിൽ പ്രതിസന്ധികളുണ്ടാവാം, ദുഃഖദുരിതങ്ങളുണ്ടാവാം. അതൊക്കെ താൽക്കാലികമാണ്. അതിൽ ഇങ്ങനെ പതറി നിൽക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല ഞാൻ. ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളുണ്ടാവും. അതിനെ ശക്തമായിട്ട് നേരിടണം, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി കാണണം എന്ന് കുട്ടികളെ പഠിപ്പിച്ച ആളാണ് ഞാൻ. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ഒരു ജീവിതം തകർന്നു പോയി എന്നോ തകർത്തെറിയപ്പെട്ടു എന്നോ അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. ഇപ്പോഴും എല്ലാവരുടെയും അനുഭാവം ഉള്ളതുകൊണ്ട്, സഹായം ഉള്ളതുകൊണ്ട്, സപ്പോർട്ടുള്ളതുകൊണ്ട് ആത്മവിശ്വാസം കെട്ടിട്ടില്ല. ആ ആത്മവിശ്വാസത്തിൽ ഉറച്ച് ഞാനും എൻ്റെ കുടുംബവും മുന്നോട്ട് സാധാരണഗതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികൾ സാധാരണമാണ്. പക്ഷെ താങ്കളുടെ ജീവിതം പൂർണ്ണമായിട്ടും വഴിമുട്ടിക്കുകയല്ലേ ചെയ്തത്? വഴിമുട്ടി എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. വഴി മാറി ഒഴുകുകയാണ്. സാധാരണ ഒരു അധ്യാപകനായിട്ട് സ്വന്തം കാര്യങ്ങളും കുടുംബകാര്യങ്ങളും അത്യാവശ്യം തൊട്ടടുത്ത സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വർദ്ധിച്ചിരുന്ന ഞാൻ ഒരു പ്രത്യേക നിയോഗം പോലെ ഇപ്പോൾ ഇങ്ങനെ ആയിത്തീർന്നതാണ്. അതിൽ നിന്ന് എനിക്ക് ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റി. ആ പാഠങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു അവസരമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. ജീവിതാനുഭവങ്ങൾ എപ്പോഴും എത്ര മോശമായാലും അതിനെയൊക്കെ ഒരു വെല്ലുവിളിയോടെ ഏറ്റെടുക്കാൻ ഉള്ള ഒരു മനസ്സെനിക്കുണ്ട്. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൻ്റേതായിട്ടുള്ള വെല്ലുവിളികളെ നേരിടേണ്ടതായിട്ടുള്ള അവസരങ്ങളിൽ അതിന് തയ്യാറാവാൻ വേണ്ടി എൻ്റെ അനുഭവം ഞാൻ മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കാനാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ജീവിതം വഴിമാറി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വഴിമാറി നിൽക്കുന്ന ഈ മുഹൂർത്തത്തിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ അന്ന് ആ ചോദ്യപേപ്പറിൽ അത്തരത്തിലുള്ളൊരു പിശക് വരുത്തേണ്ടിയിരുന്നില്ല എന്ന്? അങ്ങനൊരു പിശക് വന്നിട്ടുള്ളതായിട്ട് ഞാൻ വിചാരിക്കുന്നുമില്ല. അത് ശരിക്കും ജെന്യുവനായിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു. അത് ആളുകൾ തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ്. പ്രായപൂർത്തിയായിട്ടുള്ള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് ഞാൻ ഇട്ടുകൊടുത്ത ചോദ്യമാണ്. അത് മതപഠന ക്ലാസ്സിലെ ചോദ്യമല്ല, സാഹിത്യ ക്ലാസ്സിലെ ചോദ്യമാണ്. അത് അതിൻ്റേതായിട്ടുള്ള ലക്ഷ്യത്തോടുകൂടി, ഉദ്ദേശശുദ്ധിയോടുകൂടി, ജോലിയിലുള്ള എൻ്റെ അധ്യാപനം എന്ന അവസ്ഥയിൽ ഉള്ള ആത്മാർത്ഥതയോടുകൂടി ഇട്ട ചോദ്യമാണ്. അതിനെ ആളുകൾ തെറ്റിദ്ധരിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നല്ലാതെ അത് അനാവശ്യ ചോദ്യമായിരുന്നു എന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. അതിനെ ആളുകൾ തെറ്റായി പ്രതികരിച്ചു. എല്ലാവരുമല്ല, ഒരു വിഭാഗം മാത്രം. അത് വളരെ ഭാവനാത്മകമായൊരു ചോദ്യമാണ് എന്ന് പറഞ്ഞ ധാരാളം നല്ല മനുഷ്യരുണ്ട്. തിരുവനന്തപുരത്തെ പല ബിഷപ്പുമാരും ആ രീതിയിൽ പ്രതികരിച്ചത് ഞാൻ TV കണ്ടിട്ടുണ്ട്. ആ അധ്യാപകൻ ഭാവനാത്മകമായിട്ടൊരു ചോദ്യം ഇട്ടതേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്ത് തന്നെ അതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ തിരുമേനിമാരൊക്കെ ഉണ്ട്. രാഷ്ട്രീയക്കാരൊക്കെ ചിലർ അതിനെ അങ്ങനെയൊന്നും പറയാൻ ധൈര്യം കാണിച്ചില്ല എന്നതുള്ളതേ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും അറിയാം അതിനകത്തൊരു കുഴപ്പമില്ലെന്ന്. ഈ ചിലർ തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നുണ്ട് ആ ചോദ്യത്തിൽ. അങ്ങനെ തെറ്റിദ്ധരിച്ചതാണോ അവരെ തെറ്റിദ്ധരിപ്പിച്ചതാണോ? അത് പറയാൻ ഞാൻ ആളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം
അവരത് തെറ്റേ ധരിച്ചു. അത് തെറ്റിദ്ധരിപ്പിച്ചതാവാം, ചിലർ മനഃപൂർവ്വം ചെയ്തതാവാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫലങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും അത് ഒരു നിയോഗം പോലെ എൻ്റെ വിധിയായിട്ട് ഞാൻ കണക്കാക്കുന്നതേ ഉള്ളൂ. ഒരിക്കലും അതിനകത്ത് എനിക്കൊരു പരിഭവമൊന്നുമില്ല. വേറൊരു അപകടം ഈ സമയത്ത് വേണം വരാമായിരുന്നു, ഇതിലും വലിയ ദുർഘടങ്ങൾ ജീവിതത്തിൽ വരാമായിരുന്നു. അതുപോലെ വന്ന ഒരു അപകടം. സാധാരണ അധ്യാപക വൃത്തിയിൽ അപകടങ്ങളൊന്നും ഇല്ല എന്നാണ് പൊതുവേ വിചാരം. പക്ഷേ എൻ്റെ അധ്യാപക വൃത്തിയിൽ അതുണ്ടായി. സാധാരണഗതിയിലുള്ള ഒരു അധ്യാപകനും സാധാരണ ഉണ്ടാവില്ല. അധ്യാപക വൃത്തിയിലും ഞാൻ അല്പം സാഹസികനായി പോയതുകൊണ്ടാവാം ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ സാഹസികമായിട്ടുള്ള അധ്യാപകർക്കൊക്കെ അപകടങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ സോക്രട്ടീസിനെ പോലെ യേശുക്രിസ്തുവിനെ പോലെയോ ആണെന്നല്ല പറയുന്നത്. അവർക്കൊക്കെ അവരുടെ ആ ഗുരു എന്ന നിലയിൽ, അധ്യാപകൻ എന്ന നിലയിലുള്ള പ്രവർത്തനത്തിൻ്റെ പേരിലാണ് വധശിക്ഷയൊക്കെ കിട്ടിയത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും അല്ല, അങ്ങനെയൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ എൻ്റെ ജോലി സാഹിത്യ അധ്യാപനമായിരുന്നു. സാഹിത്യ അധ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലയുടെ അഭ്യസനമാണ്. കലയും അതുപോലെയുള്ള സാഹിത്യാദി കലകളെല്ലാം ലക്ഷ്യം വെക്കുന്നത് മനുഷ്യനിലെ ഭാവനയെ വളർത്താൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ സങ്കുചിതമായ ചിന്തകളൊക്കെ മാറി, ഹിംസാത്മകമായിട്ടുള്ള പ്രാകൃതിക വികാരങ്ങളൊക്കെ മാറി, വളരെ വിശാലമായ അർത്ഥത്തിൽ അവനെ വളരാൻ വേണ്ടിയിട്ടാണ് കലാശാലകളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഞാനൊരു കലാശാല അധ്യാപകനാണ്. വിദ്യാർത്ഥികളുടെ ഭാവനയെ വളർത്തി അവരെ നല്ല മനുഷ്യരാക്കാൻ വേണ്ടിയിട്ട്. നല്ല മനുഷ്യരാവണമെങ്കിൽ ഭാവന വേണം. ഭാവന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപരിചിതനായിട്ടുള്ള ഒരാളെ നമുക്ക് നമ്മുടെ സഹോദരനായിട്ട് കണ്ടെത്താനാവൂ. നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ അപകടത്തിൽപ്പെടുമ്പോൾ നമ്മുടെ സഹോദരനായിട്ട് കണ്ട് അയാളെ സഹായിക്കണമെങ്കിൽ നമുക്ക് ഭാവന വേണം. അല്ലെങ്കിൽ നമുക്കെന്താ കാര്യമെന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ പാട്ടിന് പോകും. അപ്പം മാനവ വംശത്തിൻ്റെ തന്നെ ഇതുവരെയുള്ള ഒരു സഹവർത്തിത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരു വളർച്ച, പുരോഗതി ഉണ്ടായിട്ടുള്ളത് ഈ സാഹിത്യാദി കലകളിലൂടെയാണ്. സാഹിത്യാദി കലകളിലൂടെ പകർന്നു കിട്ടിയ ആ ഭാവന കൊണ്ടാണ് അവന് അന്യനായിട്ടുള്ളവരെ പോലും സഹോദരങ്ങളായിട്ട് കണ്ട് അവരെ സ്നേഹിക്കാനും അവരെ സഹായിക്കാനും സന്നദ്ധമാവുന്നത്. അപ്പം അങ്ങനെയുള്ള ഭാവനയെ വളർത്താനും വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഞാൻ ഇട്ടത്. വ്യാകരണത്തിൽ ഉള്ളൊരു ചോദ്യമാണെങ്കിൽ പോലും അതിൻ്റെ ഉത്തരം പറയുന്ന സമയത്ത് അതിൻ്റെ പിന്നിലുള്ള സാഹിത്യാംശം, സൗന്ദര്യാംശം, മനസ്സിനെ വളർത്താൻ വേണ്ടിയിട്ട്, വിശാലമാക്കാൻ വേണ്ടിയിട്ട് ഉതകുന്ന അംശങ്ങളൊക്കെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട ചോദ്യമായിരുന്നത്. പക്ഷേ അതിനൊന്നും എനിക്ക് ഇടവന്നില്ല. അതിനു മുമ്പ് തന്നെ എന്നെ സസ്പെൻഡ് ചെയ്തു, എന്നെ കോളേജിൽ നിന്ന് നീക്കം ചെയ്തു. അല്ല, അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ കോളേജിനകത്ത് തന്നെ ഇതിനകത്ത് താങ്കളോട് എതിർപ്പുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു? ഈ ചോദ്യം കണ്ടുപിടിച്ച് ഇത് പുറത്തറിയിക്കുക, അതിന് വേണ്ട തരത്തിലുള്ള പ്രചാരം കൊടുക്കുക, ഈ വക കാര്യങ്ങളിലൊക്കെ? ചോദ്യം കുട്ടികൾക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് 28 കോപ്പി, 28 കുട്ടികളെ ഉണ്ടായിരുന്നുള്ള ആ ക്ലാസ്സിൽ മലയാളത്തിൻ്റെ ഈ പരീക്ഷ എഴുതാൻ. സാധാരണഗതിയിൽ അത് പണ്ടാണെങ്കിൽ നമ്മൾ ചോദ്യം പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ബോർഡിൽ എഴുതിയിടും, എന്നിട്ട് അതിന് ഉത്തരം എഴുതാൻ പറയും. ഇപ്പോൾ ഇങ്ങനെ DTPയും ഫോട്ടോസ്റ്റാറ്റൊക്കെ ഉള്ളതുകൊണ്ട് DTP എടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഒരു കോപ്പി കൊടുത്തു. അപ്പം അത് പ്രസിദ്ധീകൃതമായി കുട്ടികളുടെ കയ്യിലായതാണ്. അതിൻ്റെ കുറേ കോപ്പികൾ കോളേജിലുണ്ടാവും. കോളേജിൽ നിന്നാണ് അത് കോപ്പിയൊക്കെ എടുത്ത് വിതരണം ചെയ്യുന്നത്. അത് പരീക്ഷ കഴിഞ്ഞിട്ട് പേപ്പർ ഞാൻ നോക്കി പൂർത്തിയാക്കാറായതാണ്. ആൻസർ പേപ്പറും പൂർത്തിയാക്കാറാക്കിയതാണ്. ഒരു ചൊവ്വാഴ്ച പരീക്ഷ കഴിഞ്ഞു. വ്യാഴാഴ്ച വൈകുന്നേരം മുതലാണ് ഇതിനെക്കുറിച്ചൊക്കെയുള്ള പരാതികളൊക്കെ ഇന്ത്യ വിഷൻ TV എന്നൊക്കെ കേട്ട് തുടങ്ങിയത്. അതുവരെയും എല്ലാം ശാന്തമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ച് പല കേട്ടുകേൾവികളുണ്ട്. ആ കേട്ടുകേൾവികൾ പറഞ്ഞ് ആരെങ്കിലും കുറ്റപ്പെടുത്താനോ ആരുടെയെങ്കിലും മേൽ പഴിചാരാനോ ഞാൻ ഒരുക്കമല്ല. കേട്ടതെന്താണ്? അത് പറയുമ്പോൾ തന്നെ അത് വരുമല്ലോ. കേട്ടത് ഇങ്ങനെ അത് പലതും കേട്ടു. കുട്ടികളുടെ ഭാഗത്തു നിന്ന് പോയതാവാം, കോളേജിലെ മറ്റ് സഹപ്രവർത്തകരുടെ കീഴിൽ നിന്ന് പോയതാവാം, അതൊക്കെ അങ്ങനെ കേട്ടു. അങ്ങനെയൊന്നും ആവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആവരുത്, എൻ്റെ സഹപ്രവർത്തകരിൽ നിന്നാണ് അങ്ങനെ ഒരു പിഴവ് അല്ലെങ്കിൽ എന്നെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത് എങ്കിൽ അതങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഈ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ താങ്കളുടെ ഈ ചോദ്യത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്ന മറ്റ് അധ്യാപകരുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ചോദ്യം ഞാൻ ഇട്ടു, വേറൊരു അധ്യാപകൻ്റെ ചോദ്യം കൂടെ കൂട്ടിച്ചേർത്ത് ഈ ചോദ്യം എൻ്റെ തന്നെയാണ്.
ഞാനായിട്ട് തന്നെയാണ്. ആ രണ്ടു പേരുടെയും കൂടെ ചോദ്യം ചേർത്ത് ചോദ്യപേപ്പർ തയ്യാറാക്കി പ്രിൻസിപ്പലിന് കൊടുത്തത് ഞാനാണ്. അതിനുശേഷം അത് DTP എടുത്ത് പ്രിൻസിപ്പൽ നിയോഗിച്ച ആളുകളാണ് വിതരണം ചെയ്തിട്ടുള്ളതൊക്കെ. അതിൽ വേറെ ഒരു ചർച്ചയ്ക്കൊന്നും ഇട വന്നിട്ടില്ല. കുട്ടികളെങ്ങനെ ഇതിനകത്ത് ഉത്തരം ഏത് തരത്തിലായിരുന്നു പ്രതികരിച്ചത്? കുട്ടികൾ അത് എല്ലാവരും തന്നെ അതിന് ഉത്തരം എഴുതി. അതായത് ഇതൊരു ചിഹ്നം ചേർക്കാനുള്ള ചോദ്യമായിരുന്നു. അതായത് BComൻ്റെ മലയാളം പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലഘുവായിട്ടുള്ള കാര്യങ്ങളതിലുള്ളൂ. ഏറ്റവും ലളിതമായിട്ടുള്ളൊരു പേപ്പറാണ് മലയാളത്തിൻ്റേത്. അതായത് 1-2 ചെറുകഥകൾ, കവിതകൾ, ലേഖനങ്ങളൊക്കെ ഉൾപ്പെടുന്ന അല്പം സാഹിത്യഭാഗം. പിന്നീട് ഇങ്ങനെ ഭാഷാപ്രയോഗത്തിലെ തെറ്റുകൾ തിരുത്താനുള്ള ചില കാര്യങ്ങൾ, വാക്കുകളുടെ തെറ്റുകൾ, സാധാരണ വരുത്തുന്ന അക്ഷരത്തെറ്റുകൾ, സാധാരണ വരുത്താൻ സാധ്യതയുള്ള വാക്യത്തെറ്റുകൾ, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പുനർചിന്ത കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഈ വ്യാകരണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ചേർത്തിട്ടുള്ളത്. അതിൽ ചിഹ്നനം എന്ന് പറയുന്ന ഒരു അധ്യായത്തിനോടനുബന്ധിച്ചാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത്. അതായത് ഓരോ ചിഹ്നങ്ങൾ ചേർക്കേണ്ടത് എവിടെയൊക്കെയാണ് എന്ന് പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ധർമ്മം. പൂർണ്ണവിരാമ ചിഹ്നം, അതായത് ഫുൾ സ്റ്റോപ്പ്, പിന്നെ ചോദ്യചിഹ്നം, പിന്നെ അർത്ഥവിരാമ ചിഹ്നം. അങ്ങനെ സംഭാഷണങ്ങൾ എഴുതുമ്പം ഇപ്പം കഥാപാത്രത്തിന് പേരെഴുതിയിട്ട് അല്ലെങ്കിൽ ഒരാളുടെ പേരെഴുതിയിട്ട് 2 കുത്തിടണം. അപ്പം അയാൾ പറഞ്ഞു എന്ന് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിഹ്നങ്ങൾ ഉചിതമായിട്ട് ഉപയോഗിക്കേണ്ടുന്നതിൻ്റെ ആ പ്രസക്തിയെക്കുറിച്ചാണ് പാഠം. ഓരോ ചിഹ്നത്തിൻ്റെയും പ്രയോഗത്തിനനുസരിച്ചുള്ള ഒരു ഉദാഹരണം ഉണ്ടാവും. ഇപ്പം ഫുൾ സ്റ്റോപ്പ് എവിടെ ഇടേണ്ടത്, ഒരു വാക്യം പൂർണ്ണമാകുമ്പോൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം. പിന്നെ അടുത്തത് ആണ് എവിടെയാണ് കോമ ഇടേണ്ടത്, എവിടെയാണ് ചോദ്യചിഹ്നം ഇടേണ്ടത്. അങ്ങനെ ഓരോന്നും അതിൻ്റേതായ ഉദാഹരണത്തോടു കൂടി പറഞ്ഞ് വെക്കുന്ന അധ്യായമാണത്. പക്ഷെ അതിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാക്കുമ്പം ഒരു ചിഹ്നം മാത്രം ഇട്ടാൽ പോരല്ലോ. അപ്പം ഞാനവിടെ ചർച്ച ചെയ്തിട്ടുള്ള, പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ചിഹ്നങ്ങളും വരാൻ തക്കതായ ഒരു പാസേജ് കൊടുക്കണം, ചിഹ്നമൊന്നും ഇല്ലാതെ. എന്നിട്ട് അവർക്ക് അവിടെ ചിഹ്നം ഇടാനുള്ളൊരു അവസരമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ ഒരു പാഠപുസ്തകത്തിൽ അങ്ങനത്തെ ഒരു ഭാഗമില്ല. എല്ലാ ചിഹ്നങ്ങളും വരാൻ പറ്റിയ ഒരു പാസേജ് ഇല്ല. ഒന്നെങ്കിൽ നമുക്ക് സങ്കല്പത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെ വരണം. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും നമുക്കത് ഉദ്ധരിക്കാം. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പം എല്ലാ ചിഹ്നങ്ങളും ചേർക്കാൻ പറ്റിയ ഒരു ഭാഗം ആലോചിച്ചപ്പം പെട്ടെന്ന് ഒരു പുസ്തകത്തിലെ ഒരു സംഭാഷണ ശകലം എനിക്ക് ഓർമ്മ വന്നു. PT കുഞ്ഞുമുഹമ്മദിൻ്റെ ഒരു ലേഖനത്തിലേതാണ്. അത് തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന പേരിൽ ധാരാളം തിരക്കഥാകൃത്തുക്കളുടെ ലേഖനങ്ങൾ PM ബിനുകുമാർ എന്ന ആൾ സമാഹരിച്ച് ഉണ്ടാക്കിയ പുസ്തകമാണ്. അത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പുസ്തകമാണ്. കേന്ദ്ര മാനവ വിഭവ മന്ത്രാലയത്തിൻ്റെ ഫണ്ടോടുകൂടി പുറത്തിറക്കിയതാണ്. അത് MG യൂണിവേഴ്സിറ്റിയിൽ BA മലയാളത്തിനും MA മലയാളത്തിനും റെഫറൻസ് ഗ്രന്ഥമായിട്ട് യൂണിവേഴ്സിറ്റി അംഗീകരിച്ച പുസ്തകമാണ്. അത് ഞാൻ MAക്ക് പഠിപ്പിക്കുന്ന കാലത്ത് തിയേറ്റർ ആൻഡ് സിനിമ എന്ന പേരിലൊരു പേപ്പറുണ്ട്, സെക്കൻഡ് PGക്ക്. അപ്പോൾ അത് പഠിപ്പിക്കുന്ന സമയത്ത് തിരക്കഥയൊക്കെ പഠിപ്പിക്കാനുണ്ട്. അപ്പം ഈ പുസ്തകം റെഫർ ചെയ്യുന്ന സമയത്ത് തിരക്കഥയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴൊക്കെ ഈ പുസ്തകത്തിലെ ലേഖനങ്ങളൊക്കെ വായിക്കുകയും അതിൻ്റെ സാരാംശങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. PT കുഞ്ഞുമുഹമ്മദ് അതിൽ തൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. ഗർഷോം എന്ന സിനിമയിൽ മുരളി നായകനായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ്, റിയലിസ്റ്റിക് സിനിമയാണ്. അതിൽ ഈ റിയലിസ്റ്റിക് സിനിമയായിട്ടും നായകൻ ദൈവത്തോടും ഗാന്ധിജിയോടുമൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഫോം സിനിമയിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കാരണമായതിനെക്കുറിച്ച്, അങ്ങനെ ഫോം വീണ് കിട്ടിയതിനെക്കുറിച്ച് അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന സന്ദർഭമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ നാട്ടിലൊരു ഭ്രാന്തനുണ്ട്. ആ ഭ്രാന്തൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തോട് സംസാരിക്കും. അപ്പം ദൈവത്തോട് സംസാരിച്ചിട്ട് ദൈവം അത് സംഭാഷണം കോട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഭ്രാന്തൻ ദൈവത്തെ വിളിക്കുകയാണ്, പടച്ചവനെ പടച്ചവനെ. ദൈവം വളരെ പരുക്കനായിട്ടാണ് വിളി കേൾക്കുന്നത്. ദൈവം തന്നെ സ്വരം മാറ്റിയിട്ട് ദൈവത്തിൻ്റെ ശബ്ദത്തിൽ, ഒരു പരുക്കൻ ശബ്ദത്തിൽ ചോദിക്കുകയാണ്, എന്തടാ നായിൻ്റെ മോനെ.
അപ്പോൾ വീണ്ടും ദൈവത്തോട് ചോദിക്കുകയാണ്, ഒരയല അത് മുറിച്ചാൽ എത്ര കഷണമാണ്? ദൈവം വീണ്ടും ഗൗരവത്തിൽ പരീക്ഷ ശബ്ദത്തിൽ ഇവനോട് മറുപടി പറയുകയാണ്. ഇയാൾ തന്നെയാണ് പറയുന്നത്, 3 കഷണമാണെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നായേ. അങ്ങനെയാണ് ആ ഡയലോഗ്. എന്നിട്ട് പി ടി കുഞ്ഞുമുഹമ്മദ് അത് പറഞ്ഞിട്ട് അങ്ങനെ അത് കേട്ടിട്ടാണ് ഞാൻ ഈ ഗർഷോമിൽ അങ്ങനെയുള്ള ഒരു ഫോം സ്വീകരിച്ചത് എന്ന് പറഞ്ഞ് ലേഖനം സിനിമയെക്കുറിച്ച്, സിനിമയുടെ സാങ്കേതികത്തെക്കുറിച്ച്, തിരക്കഥയുടെ രചനാ രീതികളെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്ന ലേഖനമാണ്. പക്ഷേ ഞാനിത് കേട്ടിട്ട് ഇത് അതിനു വേണ്ടിയിട്ട് വായിച്ച് അറിഞ്ഞപ്പം എനിക്ക് വേറൊരു ഉൾക്കാഴ്ച ഉണ്ടായി ഈ ഭ്രാന്തൻ്റെ സംഭാഷണത്തെക്കുറിച്ച്. അത് വെറും ഒരു ഭ്രാന്തൻ്റെ ജൽപ്പനമല്ല, അത് ഒരു അതിൻ്റെ അപ്പുറത്തുള്ളൊരു പൊരുൾ അതിനകത്തുണ്ട് എന്നൊന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ ഹ്യൂമറിനെ കുറിച്ച്, ഹാസ്യത്തെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ട്, റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോഴാണ് നിന്ന് പോയത്. അപ്പം ഉദാത്തമായ ഹാസ്യം എന്ന് പറയുന്നത് ഈ വെറുതെ ചിരിപ്പിക്കുക മാത്രമല്ല, അതിൻ്റെ പിന്നിൽ മനുഷ്യാവസ്ഥയുടെ ഒരു സങ്കടം കൂടി ഒളിച്ചേർന്നതാണ് എന്ന് ഉള്ളൊരു തോന്നൽ. അങ്ങനെയാണ് പിന്നെ ഉദാത്തമായ ഹാസ്യത്തിൻ്റെ, ഉത്കൃഷ്ടമായ ഹാസ്യത്തിൻ്റെ ലക്ഷണം. വെറുതെ ചിരിപ്പിക്കൽ മാത്രമല്ല. നമ്മുടെ മലയാളത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഫാത്തിമയുടെ ആട്ടിലൊക്കെ ഉണ്ട്. വായിച്ചാൽ നമുക്ക് ചിരി വരും, പക്ഷേ അതിൻ്റെ പിന്നിലൊക്കെ ഒരു കണ്ണീരിന് ധനമുണ്ട്. പ്രസിദ്ധനായ ചലച്ചിത്രകാരനായിരുന്ന ജോൺ എബ്രഹാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമയുടെ ആട് താൻ സിനിമയാക്കാൻ വേണ്ടിയിട്ട് പലതവണ ആലോചിച്ചതാണ്. അത് ഞാൻ പലതവണ വായിച്ചു അതിന് വേണ്ടിയിട്ട്. പക്ഷേ വായിച്ചപ്പോഴൊക്കെ താൻ കരഞ്ഞുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. വായിച്ചപ്പോഴൊക്കെ ഫാത്തിമയുടെ ആട് എന്ന ചെറിയ നോവൽ വായിച്ചിട്ട് അദ്ദേഹം കരഞ്ഞു പോയത്രേ. ഈ ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടിയാണല്ലോ താങ്കളെ ഈ ചോദ്യം തയ്യാറാക്കിയത്. അപ്പോൾ ഒരു അത്തരത്തിൽ താങ്കൾ ചോദ്യം തയ്യാറാക്കിയ സ്ഥിതിക്ക് താങ്കൾക്ക് മാത്രമല്ലല്ലോ ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തം വരുന്നത്, ഒരു ആ ഡിപ്പാർട്ട്മെൻറ്റിന് മുഴുവൻ ഇക്കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം വരേണ്ടതല്ലായിരുന്നു? ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാനും എൻ്റെ ജൂനിയറായിട്ടുള്ള ഒരു അധ്യാപനമേ ഉള്ളൂ. ഞാനാണ് HOD. അപ്പം അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഞാനിട്ടൊരു ചോദ്യത്തിന് വേറെ ഒരാളെ, എൻ്റെ മോളൊരു തലവനുണ്ട് എങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ ഇത് കോളേജിൻ്റെ ഞാൻ കൊടുത്തതാണ്. പ്രിൻസിപ്പലിന് വേണമെങ്കിൽ അത് മലയാളമാണ് വായിച്ചാൽ മനസ്സിലാവുമെങ്കിലോ വായിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ തിരസ്കരിക്കാമായിരുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നിയായിരുന്നെങ്കിൽ. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അതിൻ്റെ അത്ര കുഴപ്പമില്ല. ശരിക്കും ഇത് സാഹിത്യത്തിൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് വിശദമായിട്ടുള്ളൊരു ചർച്ച അത് സാഹിത്യ ക്ലാസ്സിൽ നടത്തേണ്ടതാണ്. അതിനകത്തൊരു കുഴപ്പം വെറുതെ ഇങ്ങനെ നാട്ടുകാർ ആരോപിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പിന്നെ ഈ സാഹിത്യത്തിന് വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ പറ്റിക്കുന്ന സിലബസുകളൊക്കെ ശരിക്കും ആ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള കൃതികളൊക്കെ അവരുടെ അച്ഛനമ്മമാരൊക്കെ, പിള്ളേരുടെ അച്ഛനമ്മമാരൊക്കെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇനി ഈ കോഴ്സിന് പഠിക്കേണ്ടെന്ന് പറയും. മലയാളം എമ്മയുടെ സിലബസിലുള്ള ചില കൃതികളൊക്കെ ഞങ്ങൾക്ക് തന്നെ ക്ലാസ്സിലൊക്കെ വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഉപായത്തിൽ രാമോഹമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ വായിച്ച് പഠിച്ചാൽ മതിയെന്ന് ഞങ്ങൾ പറയും. ആ പുസ്തകമൊക്കെ പെൺകുട്ടികളുടെ രക്ഷകർത്താക്കളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണോ കോളേജിൽ പഠിപ്പിക്കുന്നത്, എൻ്റെ മോളിനി കോളേജിൽ പോകണ്ട, ഈ കോഴ്സ് പഠിക്കണമെന്ന് പറയും. അത് പക്ഷേ അങ്ങനെയുള്ള പഠനത്തിൽ നിന്നാണ് ഇവർ ഇങ്ങനെ ഒരു സങ്കുചിതമായിട്ടുള്ള മനസ്ഥിതിയിൽ നിന്ന് വേർപെട്ട് വിശാലമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ഇപ്പം പ്രാകൃതമായ വാസനകളെ, അധമവികാരങ്ങളെല്ലാം അടക്കം ചെയ്ത് ഒരു നന്മയിലേക്ക്, മനുഷ്യത്വത്തിലേക്ക്, സാഹോദര്യത്തിലേക്ക് വരണമെങ്കിൽ അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ പ്രക്രിയയാണ്. അല്ല, അങ്ങനെ ഒരു ചോദ്യ പേപ്പറിൽ എന്തെങ്കിലും തരത്തിലുള്ള പിശക് മറ്റുള്ളവർ കണ്ടെത്തുന്നു എങ്കിൽ താങ്കൾക്ക് സംരക്ഷണം തരേണ്ടത് താങ്കളുടെ ഇത്രയും കാലം ഒരു 10-25 വർഷമായി ജോലി ചെയ്യുന്ന താങ്കളുടെ സ്ഥാപനം തന്നെയല്ലേ താങ്കൾക്ക് അഭയം തരേണ്ടത്? ശരിക്കും പിന്നെ അങ്ങനൊരു ചോദ്യപേപ്പറിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിശദീകരണം, അതിനെക്കുറിച്ചുള്ള എൻ്റെ വിശദീകരണം തേടി ആ വിശദീകരണം തൃപ്തികരമാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുകയും എനിക്ക് വേണ്ടിയിട്ട് പിന്നെ ഉള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും എൻ്റെ ഭാഗം പറഞ്ഞ് എന്നെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത എൻ്റെ മേലധികാരികൾക്കുണ്ടായിരുന്നതാണ്. അവരെന്തുകൊണ്ട് പിന്നെ താങ്കളെ കൈയൊഴിഞ്ഞു? അത് എനിക്കറിഞ്ഞുകൂടാ. അവരെന്നെ രക്ഷിക്കേണ്ടതായിരുന്നു. എന്നാലും ഒരു മാനുഷിക പരിഗണന തരേണ്ടതല്ലേ? ശരി, ചോദ്യപേപ്പറിൽ പിശക് സംഭവിച്ചു എന്നാണെങ്കിൽ പോലും സംരക്ഷിക്കേണ്ടതല്ലേ താങ്കളെ? ചോദ്യപേപ്പറിൽ അങ്ങനെ പിശക് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് അതിലെ ആ തെറ്റിദ്ധാരണ നീക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.
അത് ഞാൻ എൻ്റെ വിശദീകരണം പ്രിൻസിപ്പലിനെ കൊടുത്തതാണ്. പ്രിൻസിപ്പൽ ആ വിശദീകരണം പിന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുകയും അല്ലെങ്കിൽ പ്രിൻസിപ്പലിനോട് ആര് ചോദിക്കുന്നോ അവരുടെ മുമ്പിൽ പറയുകയും അങ്ങനെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യണമായിരുന്നു. എന്നെ സംബന്ധിച്ചോളം എന്നോട് അന്ന് കോളേജിലേക്ക് വരണ്ട എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട എൻ്റെ മാനേജറാണ്, കോളേജിൻ്റെ മാനേജറാണ്. വീട്ടിൽ നിന്ന് തന്നെ മാറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എന്നെ മാറ്റി നിർത്തിയതുകൊണ്ടാണ്, ഞാൻ മാറിപ്പോയത് കൊണ്ടാണ് ഒരു വിശദീകരണം നൽകാൻ എനിക്ക് അവിടെ എത്താൻ പറ്റാതെ വന്നത്. എന്നോട് കോളേജിലേക്ക് വരണ്ട, വീട്ടിൽ നിന്ന് തന്നെ മാറിക്കൂ, അപകടമാണ് എന്ന് നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞാവും ഞാൻ മാറുകയും ചെയ്തു. പക്ഷേ എൻ്റെ അസാന്നിധ്യത്തിൽ അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ടത് അവരായിരുന്നു. പക്ഷേ അവരും ഈ കലാപത്തിൻ്റെ കൂടെ അങ്ങ് എന്നെ തള്ളി പറഞ്ഞ് പോയായിരിക്കും. അതോ അവരും ആ സംഘടനയിൽ നിന്നുള്ള ഭീഷണി നേരിട്ടിരുന്നു? അത് ഉണ്ടാവും. കോളേജിൽ വലിയ സംഘർഷപൂരിതമായ ഒരു അന്തരീക്ഷം ഉണ്ടായി. എല്ലാവരും ഭയപ്പെട്ടു പോയിരിക്കും. ഇങ്ങനൊരു സംഭവം ഇങ്ങനെ സർവ്വസാധാരണമല്ലാത്തതുകൊണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കണമെന്ന് ആൾക്കാർക്ക് പെട്ടെന്ന് തോന്നിക്കാണുകയില്ല. അവർ ഭയന്ന് പോവാം, സംഭ്രമിച്ച് പോവാം, എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോകാം. അതും അതിൻ്റെ വഴിക്കങ്ങ് പോയി. പലപ്പോഴും ആ രീതിയിലാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ആദ്യം പോലീസ് എൻ്റെ പേരിൽ കേസെടുത്തു. ജില്ലാ കളക്ടർ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കാൻ പറഞ്ഞു. ഇതിൻ്റെ അകത്ത് സത്യസ്ഥിതി എന്താണ്? ഒരു ചോദ്യമിട്ടതിൻ്റെ പേരിൽ ജാമ്യമില്ലാത്ത വകുപ്പ് വെച്ച് കേസെടുക്കുകയും എന്നെ ലോക്കപ്പിലിടുകയും ജയിലിലിടുകയും ഒക്കെ ചെയ്തു. 6 ദിവസം ഞാൻ സബ് ജയിലിൽ കിടന്നിട്ടുണ്ട്. പക്ഷേ കേസൊക്കെ അവിടെ ഇരിക്കുകയാണ്. അന്നേരമൊക്കെ എനിക്കറിയാം ഇവർ ചെയ്യുന്നതാണ് അബദ്ധം. അപ്പം ഏപ്രിൽ 1 എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടത്. ഞാൻ കീഴടങ്ങിയതാണ്, ചെന്ന് അറസ്റ്റ് വരിച്ചതാണ്. അപ്പോൾ അവരെന്നെ ലോക്കപ്പിൽ ഇടുമ്പോഴും അതുപോലെയുള്ള നടപടികൾ നടത്തുമ്പോഴും ഇതെല്ലാം എനിക്ക് ഒരു വിഡ്ഢിത്തരമായിട്ട് തോന്നിയുള്ളൂ. ഏപ്രിൽ 1 വിഡ്ഢികളുടെ ദിനമാണ്, അതവർ ഘോഷിക്കുകയാണ്. എനിക്കൊരു കുറ്റബോധം തോന്നിയില്ല. സാധാരണഗതിയിലാണെങ്കിൽ കുറ്റവാളികൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പം മാധ്യമങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മുഖം മറയ്ക്കുകയൊക്കെ ചെയ്യും. എനിക്ക് മുഖം മറയ്ക്കാൻ അവർ എന്നോട് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ മറക്കില്ലായിരുന്നു. കാരണം എനിക്കൊരു കുറ്റബോധവുമില്ല. ഇപ്പം ടി വിയിലൊക്കെ കാണാം, പീഡന കേസുകളിലൊക്കെ പ്രതികളായിട്ട് വരുന്നവർ ക്യാമറയുടെ മുമ്പിൽ നിന്ന് തലകുനിക്കുകയും മുഖം മറയ്ക്കുകയും കൈകൊണ്ട് മറയ്ക്കുകയൊക്കെ ചെയ്യുന്ന കാണാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അന്നും. അതായത് ഈ കാണിക്കുന്നെല്ലാം വിഡ്ഢിത്തമാണ്. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു കാട്ടുനീതി, കയ്യാപ്പാസ് എന്ന് പറയുന്ന പ്രധാന പുരോഹിതൻ പറഞ്ഞ ഒരു നിയമമുണ്ട്. അതായത് ജനക്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഒരുവനെ ശിക്ഷിച്ചാലും അല്ലെങ്കിൽ കൊന്നുകളഞ്ഞാലും കുഴപ്പമില്ല എന്ന് കയ്യാപ്പാസ് യേശുവിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, കലാപകാരികളായ ഒരു കൂട്ടം ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധാരണക്കാരനായ ഒരു അധ്യാപകനെ അവൻ്റെ ജോലി എത്രയും ഭംഗിയായിട്ട് ചെയ്യാനും വേണ്ടിയിട്ട് യത്നിച്ച എന്നെ വേട്ടയാടുകയും അതുപോലെ തന്നെ ലോക്കപ്പിലിടുകയും ജയിലിലടയ്ക്കുകയൊക്കെ ചെയ്തത് 2000 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ ജനാധിപത്യം ആ പ്രാകൃതാവസ്ഥയിൽ നിന്ന് മാറിയില്ല എന്നുള്ളതിന് തെളിവാണ്. ശരിക്കൊരു അമേരിക്ക പോലുള്ള രാജ്യത്തൊന്നും ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ, ആരെങ്കിലും കലാപം ഉണ്ടാക്കിയെന്ന് വിചാരിച്ച് ഒരു വ്യക്തിയെ കള്ളക്കേസ് അല്ലെങ്കിൽ ഇല്ലാ കേസ് ഉണ്ടാക്കി ജയിലടയ്ക്കൊന്നുമില്ല. അന്വേഷിക്കും അവർ. പോലീസ് ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റിയിലുള്ള ഈ ഏതെങ്കിലും സബ്ജക്റ്റ് എക്സ്പേർട്ടിനെ കൊണ്ട് ഈ ചോദ്യത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കണം. മലയാള ഭാഷയിലും സാഹിത്യത്തിലും അവഗാഹമുള്ള ഒരാൾ ഈ ചോദ്യത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇത് മനഃപൂർവ്വം എന്തെങ്കിലും അതിൽ നിന്ന് ഉളവാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ എന്ന് അന്വേഷിക്കണമായിരുന്നു. അല്ലാതെ ഒരു സ്വമേധയാ പോലീസ് കേസെടുത്തു. ഒരു അന്യഭാഷക്കാരനായ ഒരു കളക്ടറുടെ നിർദ്ദേശം അനുസരിച്ച്, മലയാളം മാതൃഭാഷയല്ലാത്ത ഒരു കളക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് കേസെടുക്കുകയും എന്നെ തുറുങ്കിലടയ്ക്കുകയും ചെയ്തതാണ്. ശരിക്കും അങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത്? സാക്ഷര കേരളം എന്ന് അഭിമാനിക്കുന്ന കേരളത്തിലെ ഭരണകർത്താക്കളും പോലീസും അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഈ ഒരു അനുരഞ്ജനത്തിലൂടെ പരിഹരിച്ചുകൂടെ എന്ന് കോടതി മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടപ്പോൾ അവരതിനു പോലും വഴങ്ങുന്നില്ലെന്നുണ്ടെങ്കിൽ താങ്കളോട് ഏതെങ്കിലും തരത്തിലുള്ളൊരു വൈരാഗ്യം മാനേജ്മെൻറ്റിനുണ്ടായിരിക്കാം അല്ലേ? താങ്കൾ ഒരുപക്ഷെ ഒരു ഇടതുപക്ഷ സഹയാത്രികൻ ആയതുകൊണ്ട് താങ്കളോട് അത്തരത്തിലുള്ള ഒരു ഏതെങ്കിലും തരത്തിൽ കെണിയിൽ പെടുത്തുക എന്നും അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. എൻ്റെ ഇടതുപക്ഷ സ്വഭാവമൊക്കെ എൻ്റെ മനസ്സിലേ ഉള്ളൂ. ഞാനത് ഒരിക്കലും അങ്ങനെ ഒരു സജീവമായിട്ടുള്ള ഒരു പ്രവർത്തന മേഖലയിലേക്ക് തിരിച്ചു വിട്ടിട്ടില്ല.
എൻ്റെ ഇടതുപക്ഷ അനുഭാവം കൊണ്ട് മാനേജ്മെൻറ്റിന് ഒരു നഷ്ടവും ഒരിക്കലും വന്നിട്ടില്ല. മാനേജ്മെൻറ്റിൻ്റെ ഒരു ചെയ്തികളെയും ഒരു നയപരിപാടികളെയും ഞാൻ എതിർത്തിട്ടൊന്നുമില്ല. എന്നാൽ അവർക്ക് ഒരു പക്ഷേ ഇടതുപക്ഷ ഒരു സഹയാത്രികനെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തില്ലായിരിക്കും. ഞാൻ ഇടതുപക്ഷ സഹയാത്രിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് അതിനോട് ആഭിമുഖ്യമുള്ളൊരു സംഘടനയിലെ അംഗമാണെന്നേ ഉള്ളൂ. ഒരു കാലത്ത് അത് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ട് തന്നെ ആ സംഘടനയിൽ ഞാൻ ചേർന്നതാണ്. അതായത് ഒരു കാലത്ത് ഞങ്ങളുടെ കോളേജിൽ ഒരു അധ്യാപകൻ ഒരു പരീക്ഷയിൽ അല്പം ക്രമക്കേട് കാണിച്ചു. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി സെൻറ്റർ നിർത്തിക്കളഞ്ഞു. അപ്പം സെൻറ്റർ നിർത്തിയപ്പോൾ അന്ന് ഇടതുപക്ഷ അനുഭാവമുള്ള സംഘടനയാണ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് ഒക്കെ ഭരിക്കുന്നത്. അപ്പം ആ സംഘടനയുടെ ഒരു യൂണിറ്റ് ഇവിടെ സ്ഥാപിച്ചാലേ ഈ സെൻറ്റർ തിരികെ കിട്ടുകയുള്ളൂ എന്ന് വന്നപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി അവരുടെ ആവശ്യപ്രകാരം ഇടതുപക്ഷ സംഘടനയിൽ ഞാൻ അംഗമായതാണ്. പിന്നെ ആ കാര്യം സാധിച്ചു കഴിഞ്ഞപ്പം പിന്നെ സംഘടന വിട്ടു പോകാൻ എനിക്ക് തോന്നിയില്ല. അപ്പോൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഇടതുപക്ഷത്തെ കൂട്ടുപിടിക്കുകയും ചെയ്തു. അവരുടെ ആവശ്യമെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ആവശ്യമായിരുന്നു അത്. ഞാൻ അവിടുത്തെ ഒരു അധ്യാപന നിലയിൽ ഞങ്ങളുടെ കോളേജിലെ സെൻറ്റർ പോയത് അത് അഭിമാനക്ഷതമായിരുന്നു. അപ്പം ഞാനും മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോഴും അതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെ അവർ ശിക്ഷിച്ചാലും ഈ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് കോതമംഗലം രൂപതയുടെ കീഴിലുള്ള ഒരു മാനേജ്മെൻറ്റാണ്. അത് കോതമംഗലം രൂപതയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, സ്ഥാപനമാണ്. അതിലൊരാൾ മാനേജറായിട്ടിരിക്കുന്നു. അതിന് ഈ രൂപത അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ശരിക്കും കോതമംഗലം രൂപതയിലെ കത്തോലിക്കരാണ്. അപ്പം ഞാനും കോതമംഗലം രൂപതയിൽപ്പെട്ട ഒരു കത്തോലിക്കനാണ്. അപ്പോൾ എൻ്റെയും കൂടെയാണ് ഈ സ്ഥാപനം. അതിലെ ഒരു അധ്യാപകൻ ഞാനായിരിക്കുന്ന പോലെ തന്നെ അതിൽ മാനേജരായിരിക്കുന്നു, അതിൻ്റെ രക്ഷാധികാരിയായിരിക്കുന്നു. അങ്ങനെ ഓരോ പദവികൾ ഓരോരുത്തരിക്കുന്നതാണ്. അപ്പം ഞാനും കൂടെ ഉൾപ്പെട്ട ഒരു മാനേജ്മെൻറ്റാണ് അത് ഭരിക്കുന്നത്. അപ്പം മാനേജ്മെൻറ്റിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യമായിരുന്നു എല്ലാ കാലത്തും. മാനേജ്മെൻറ്റും ഞാനും രണ്ടായിട്ട് ഒരിക്കലും ഞാൻ വീക്ഷിച്ചിട്ടില്ല. താങ്കളെ ജോലിയിൽ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം എത്രത്തോളം സഹായിക്കുന്നുണ്ട് ഇപ്പോൾ? എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന് ശേഷം അവർ ആ നടപടിയെ എല്ലാ തുറയിലും ഉള്ള ഇടതുപക്ഷത്തിലുള്ള ആളുകൾ എതിർക്കുകയുണ്ടായി. അവർ വളരെ വിപുലമായ ഒരു റാലി തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. കോളേജിലേക്കൊരു പ്രകടനം നടത്തി. പിന്നീട് തിരുവനന്തപുരത്ത് ഒരു സാംസ്കാരിക സമ്മേളനം പോലെയുള്ള ഒരു സമ്മേളനം, പ്രതിഷേധ സമ്മേളനമായിട്ട് നടത്തി. അതിൽ ഞാനും ഭാഗവാക്കായിരുന്നു. അങ്ങനെ അവരാൽ കഴിയുന്ന, ഇപ്പോൾ മാനേജ്മെൻറ്റിനെയൊക്കെ ഇവരുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു സമരം പരിപാടികളൊക്കെ കൊണ്ടൊന്നും മാനേജ്മെൻറ്റൊന്നും വഴങ്ങുമൊന്നുമില്ല. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു പ്രസ്ഥാനമാണ്, വളരെ ശക്തമാണ്. ഒരിക്കലും ഒരു സമരത്തെ കൊണ്ടൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കീഴ്പ്പെടുത്താൻ പറ്റുകയില്ല. അത് കോടതിയൊക്കെ വേണ്ടിവരും. കോടതിയിൽ നിന്ന് എനിക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഏത് കോടതിയും എന്നെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കുകയില്ല, അവർ ചെയ്ത ഒരു കുറ്റം ശരിവെക്കുകയില്ല, അല്ലെങ്കിൽ ശിക്ഷ ശരിവെക്കുകയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് സമരത്തിൻ്റെ മാർഗത്തിലൂടെ പോവാതെ നിയമത്തിൻ്റെ മാർഗത്തിലൂടെ ആണിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ താങ്കളെ ശാരീരികമായി ഏറെ ബുദ്ധിമുട്ടിച്ച ആ സംഘടന അവർക്ക് മാപ്പ് കൊടുക്കുകയുണ്ടായി. അതായത് മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരറിയാതെ ചെയ്യുന്നതാണ്. അതായത് ആരൊക്കെ അവരോട് പറഞ്ഞു കാണും ഇതിനകത്ത് ഭയങ്കര പ്രശ്നമുണ്ട്, ഇതിനകത്ത് മതനിന്ദയുണ്ട്, നമ്മുടെ പ്രവാചകനെ നിന്ദിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ നയിച്ചതാവാം, ഇങ്ങനത്തെ ഒരു അക്രമത്തിലേക്ക് നയിച്ചതാവാം. ഞാനിങ്ങനെ ഭയപ്പെട്ട് നടന്നൊരു കാലമുണ്ട്. ജയിലിൽ നിന്നിറങ്ങി ഇവരുടെ ഭീഷണികളൊക്കെ 2-3 തവണ എൻ്റെ വീടിൻ്റെ അകത്ത് വരെ കയറി നോക്കിയിട്ടുണ്ട്, എന്നെ കിട്ടാൻ വേണ്ടിയിട്ട് പരതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സമയത്ത് കൊല്ലപ്പെടും എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ച് നടന്ന കാലത്ത് പോലും ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു ആളുകൾ എന്നെ ഈ ചോദ്യത്തിൻ്റെ പേരിൽ ഇങ്ങനെ വേട്ടയാടുമ്പോൾ, ഞാൻ എത്ര കാലമായിട്ട് 25 കൊല്ലമായിട്ട് പഠിപ്പിക്കുന്നതാണ്. എത്രയോ മുസ്ലിം കുട്ടികൾ എൻ്റെ ക്ലാസ്സുകളിൽ ഇരുന്ന് പോയിട്ടുണ്ട്. ഇവർ ആരോടെങ്കിലും ചോദിക്കാതിരിക്കുമോ? 25 കൊല്ലം ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ, അല്ലെങ്കിൽ ആ കാലത്തും പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുട്ടികളിൽ ആരോടെങ്കിലും ആ സാർ എങ്ങനെയുള്ള ആളാണ്, നിരീശ്വരനാണോ, മതം നടത്തുന്ന ആളാണോ, മുസ്ലിങ്ങളോട് ഒരു വൈരാഗ്യമുള്ള ആളാണോ എന്നൊക്കെ ഒന്ന് ചോദിക്കാതെ ഒരു അക്രമത്തിനും പുറപ്പെടുമോ? അങ്ങനെ ഒരു ധൈര്യം എനിക്കൊന്നുണ്ടായിരുന്നു. ആരോടെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ
ഞാൻ ഇതുവരെയും പഠിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കുട്ടിയോട് ചോദിച്ചിരുന്നുവെങ്കിൽ എനിക്കെതിരായിട്ടൊരു വാക്ക് മതത്തിൻ്റെ കാര്യത്തിൽ, ദൈവത്തിൻ്റെ കാര്യത്തിൽ അവർ പറയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഞാൻ സമഭാവനയോടുകൂടി എല്ലാ മതത്തിലും പെട്ട കുട്ടികളെ കണ്ടുകൊണ്ടിരുന്നതാണ്. ആ സംഘടന ഇപ്പോഴും താങ്കളെ വേട്ടയാടുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. അവർ അന്ന് എന്തോ അങ്ങനെ ചെയ്തു, അത് എനിക്ക് അതെല്ലാം അത് കിട്ടിപ്പോയി. താങ്കൾ ഭയക്കുന്നുണ്ടോ അവരെ ഇപ്പോഴും? അന്ന് പോലും ഭയമില്ലായിരുന്നു എനിക്ക്. അങ്ങനെ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വരാൻ പോകുന്ന ദുരന്തത്തെ ഞാൻ മുൻകൂട്ടി കണ്ടു, ആക്രമണ സാധ്യത മനസ്സിൽ കണ്ടു. അത് ഞാൻ കുടുംബാംഗങ്ങളോട് അത്ര ഷെയർ ഒന്നും ചെയ്തില്ല, കാരണം അവരെ കൊണ്ട് ഭയപ്പെടുത്തേണ്ടത് അവരും അത്ര വിചാരിച്ചില്ല. അതുകൊണ്ട് പക്ഷേ ഈ 52 വയസ്സുണ്ട് അന്ന്. ഞാൻ വിചാരിച്ചത് ഇങ്ങനെയാണ്, അതായത് 52 വയസ്സ് വരെ എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ ജീവിച്ചല്ലോ. എത്രയോ ആളുകൾ ഇതിനു മുമ്പും ഇങ്ങനെ നല്ല പ്രായത്തിലൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒരു കുറ്റവും ചെയ്യാതെയൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കാര്യത്തിലും ഇപ്പോൾ എനിക്കിത്രയും പ്രായമായി, ഇത്ര ഞാൻ ജീവിതം കണ്ടതാണ്. ഇവരെയൊക്കെ ഭയന്ന് എവിടെ ഒളിക്കാനാണ്? എവിടെയാണേലും അവർ പിടിക്കാനാണെങ്കിൽ പിടിക്കും. ഇപ്പം താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ ഇങ്ങനെ എത്തിച്ചത് മാധ്യമങ്ങളായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല. മാധ്യമങ്ങൾക്ക് അങ്ങനെ അതിലൊരു പങ്കില്ലാതില്ല. മാധ്യമങ്ങൾ ആദ്യം ശരിയായിട്ടുള്ള വാർത്ത അറിയാതെ, സത്യം അറിയാതെ ചില വാർത്തകൾ കൊടുത്തുകൊണ്ടാണ് ഈ ചോദ്യപേപ്പറിനെ കുറിച്ചുള്ള ഇത്രയും വിവാദം ഉണ്ടായത്. പക്ഷേ എനിക്കൊരു അപകടം ഉണ്ടായി കഴിയുമ്പോൾ മാധ്യമങ്ങൾ എൻ്റെ കൂടെ കൂടി, എൻ്റെ പക്ഷത്തായി. അപ്പം മാധ്യമങ്ങൾ എന്നെ ആദ്യം അല്പം ഉപദ്രവിച്ചെങ്കിൽ ഇതിൻ്റെയൊക്കെ കാരണം പലതാവാം, അതിലൊരു കാരണത്തിൻ്റെ ഭാഗവാക്കുകൾ അവരായിട്ടുണ്ടെങ്കിൽ അവരതിൻ്റെ ഒരു പ്രായച്ചിത്തം പിന്നെ ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ജനങ്ങളുടെ ഇടയിൽ വെളിപ്പെടുത്താനും സത്യം വിളിച്ചു പറയാനും എനിക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ടുകൾ നൽകാനൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ അപകടമാണ്. അതെല്ലാം ആരും മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചോളം ഇതൊരു അപകടമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം താങ്കളുടെ കൈയുടെ സ്ഥിതി എങ്ങനെയാണ്? ഇപ്പം വലത് കൈയെ സംബന്ധിച്ചോളം ഈ കൈ വെട്ട് എന്ന് പറഞ്ഞാൽ വലത് കൈ വെട്ടി മാറ്റി എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ് ചെയ്ത കാര്യം. പക്ഷേ വലത് കൈ മാത്രം പോയതിലല്ല എൻ്റെ ശാരീരിക പ്രശ്നം. വലത് കൈപ്പത്തി വെട്ടി മാറിപ്പോയി, പിന്നെ അന്വേഷിച്ച് കണ്ടെത്തുകയാണ്, തിരഞ്ഞ് കിട്ടുകയാണ് ചെയ്തത്. അത് കൂടാതെ കൈ തണ്ടയിൽ 2 വെട്ടി ഒടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ കൈയുടെ ആകവശത്തുള്ള വള്ളികളും മാംസവും എല്ലാം ചെത്തി പോയിട്ടുണ്ടായിരുന്നു. മനഃപൂർവ്വം ചെത്തി കളഞ്ഞാണോ അതോ എങ്ങനെ ധൃതിയിൽ വെട്ടിമുറിക്കാനുള്ള തത്രപ്പാടിനിടയിൽ ചീന്തിപ്പോയതാണോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും വളരെ ശോചനീയമായ അവസ്ഥയിൽ ഡോക്ടർമാർ പറഞ്ഞു ഇത്രയും മോശപ്പെട്ട ഒരു അവസ്ഥയിലൊരു കൈ അവരിങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ആ കൈ അവർ ഒരുവിധമൊക്കെ കൈയുടെ മുട്ടിന് താഴെ വെച്ച് മുറിച്ച് കളയേണ്ടതായിരുന്നു. സാധാരണ ഒരു ഡോക്ടർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതുകൂടാതെ ഇടത് കൈയിലുണ്ട്, ഇടത് കൈയിലും 3-4 വെട്ടുണ്ട്. ഒരു വെട്ട് പത്തിക്ക് കൊണ്ടിട്ട് അങ്ങനെ ചൂണ്ടുവിരലിൻ്റെ അവിടം വരെ, ബാക്കി ചെറുവിരൽ ഉൾപ്പെടെ 3 വിരൽ മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വിരലുകളുടെ മുട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. അതും അങ്ങനെ വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കാലിൽ തുടയിൽ പുറംതുടയിൽ മഴു കൊണ്ടൊരു വെട്ട്, അതാണ് ഏറ്റവും വലിയ മുറിവ്. പക്ഷേ അത് എല്ലൊന്നും കൊണ്ടിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു അസഹ്യതൊന്നും ഇപ്പം ഇല്ല. പാദത്തിന് മുകളിൽ വെച്ച് വെട്ടി ഒടിച്ചു, പാദത്തിലും പിന്നെ അവിടെ ഇവിടെ എല്ലാം വെട്ടിവെച്ചു. അതുകൂടാതെ കുതിയ കാലിലെ ഞരമ്പും മസിലുകളും മുഴുവനും വെട്ടി. അതെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് പ്ലാസ്റ്റിക് സർജറി നടത്തി ഒരുവിധം ഭംഗിയാക്കി. കാലിലൊക്കെ ഒരുവിധം. ഇപ്പോൾ എഴുതുന്നത് ഇടത് കൈ കൊണ്ടാണല്ലേ? ഇടത് കൈ കൊണ്ടാണ്. വലത് കൈ കൊണ്ട് എഴുതുന്നതിൽ എനിക്ക് ഒരു വിഷമമൊന്നുമില്ല. ആളുകൾ ചോദിക്കും എഴുതുന്ന ഇടത് കൈ കൊണ്ട്, ഭക്ഷണം കഴിക്കുന്ന ഇടത് കൈ കൊണ്ട്. ഞാൻ പറയും ഞാൻ 50 വയസ്സ് വരെ വലത് കൈ കൊണ്ട് എഴുതുകയും വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തതാണ്. എനിക്ക് 2 കൈ പോലെയാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലം ഭക്ഷണം കഴിക്കാനും എഴുതാനൊക്കെ ഞാൻ ഇടത് കൈയെ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ തമാശ മട്ടി പറയാറുണ്ട്. പക്ഷേ ഇടത് കൈക്ക് അല്പം പ്രശ്നമുണ്ട്. പിന്നെ ഇടത് കൈയുടെ ഒരു ചെറു വിരൽ അതിങ്ങനെ മുട്ട് പൊട്ടിപ്പോയത് കൊണ്ട് ശരിക്കും മടങ്ങി കിട്ടുകയില്ല. അതുകൊണ്ട് ഇങ്ങനെ എഴുതാൻ ഉപയോഗിക്കുമ്പോൾ ഇതൊരു തടസ്സമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. എന്നാലും ഞാൻ
ഒരുമാതിരി നന്നായിട്ട് എഴുതും, ആർക്കും വായിക്കാവുന്ന പോലെ എഴുതും. പിന്നെ വലത് കൈ കൊണ്ട് പണ്ട് എഴുതിക്കൊണ്ടിരുന്ന അത്രയും വേഗത്തിൽ എഴുതാൻ പറ്റില്ലെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഇനി ഒരു പരീക്ഷ ഒന്നും അങ്ങനെ എഴുതുന്നില്ലല്ലോ. അത്യാവശ്യം വല്ല കുറിപ്പുകളോ ലേഖനമോ അല്ലെങ്കിൽ കണക്കോ ഒക്കെ എഴുതാൻ എനിക്ക് എഴുതി പറ്റും. ഞാനത് ശീലിച്ചിട്ടുണ്ട്. താങ്കളുടെ ഇനി ഒരു ഔദ്യോഗിക പിന്നെ സർവീസ് എന്ന് പറയുന്നത് ഇനിയും ഏതാണ്ട് ഒരു 2 വർഷത്തോളമേ ഉള്ളൂ അല്ലേ? ഒരു 1.5 വർഷം ഇപ്പോഴത്തെ രീതി അനുസരിച്ച്. പെൻഷൻ പ്രായം കേരളത്തിലേത് 56 വയസ്സ് ആണിപ്പം. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളിടത്തെല്ലാം 60-65 വരെ ഉണ്ട്. ഏറെക്കാലമായി താങ്കൾ സർവീസിൽ നിന്ന് പുറത്ത് നിൽക്കുകയുമാണ്. അപ്പോൾ ജീവിതം ഇപ്പോൾ എങ്ങനെയാണ്? ജീവിതം കുഴപ്പമില്ലാതെ പോകുന്നു. എനിക്ക് അന്ന് കുറേ സഹായങ്ങളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞല്ലോ. പലയിടത്തുനിന്നും ഇങ്ങനെ ചെറിയ തുകകൾ പോലും ആളുകൾ തന്നിട്ടുണ്ട്. ഞാൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ല. എനിക്ക് പിന്നെ നാട്ടുകാരായിട്ടുള്ളവർ ചില ആളുകളൊക്കെ ചില തൊഴിലാളി വീട്ടുകളിൽ നിന്നൊക്കെ 5 കോഴിമുട്ട, ഞാൻ അങ്ങനെ 3 മാസം കിടന്നല്ലോ, 1 രൂപ പാല്, പിന്നെ ഒരു വാഴക്കൊല. ഇപ്പം ചിലയിടത്തു നിന്നൊക്കെ ഇടുക്കിയിൽ നിന്നൊക്കെ അവിടെ നിന്ന് വന്ന ചില കൃഷിക്കാർ എൻ്റെ കാര്യം ചോദിക്കുകയും ഞാൻ അന്നേരം ഒരു സാറ് പറഞ്ഞ് ഞങ്ങൾ പോകുന്നുണ്ട്, ആ വഴിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു വാഴക്കൊല കൂട്ടി അന്ന് ആ സാറിന് കൊടുത്തേക്കാനും പറഞ്ഞ് കൊടുത്തു വിടുകയൊക്കെ ചെയ്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സഹായങ്ങൾ, ചെറിയ തുകകൾ പോലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനെല്ലാം ഈ വളരെ വലിയ നിധിയായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ അത്യാവശ്യം മാത്രം എടുത്ത് ചിലവ് ചെയ്ത് ജീവിച്ചു വരികയാണ്. അതിൽ നിന്നാണ് കേസിനുള്ള ചിലവ്, പിന്നെ ആശുപത്രി ചിലവ്, ഭക്ഷണത്തിനുള്ള ചിലവെല്ലാം എപ്പോഴും കണ്ടെത്തുന്നത്. അത് ഞാൻ വളരെ ഇതൊക്കെ വിലപ്പെട്ട പണ്ട് ഉള്ളതുപോലെ അല്ല. ജോലി ചെയ്ത് ശമ്പളം കിട്ടുമ്പോൾ ഉള്ള ഒരു ജീവിത രീതി നിലവാരം ഞാൻ മാറ്റി. ഇപ്പം എനിക്ക് റേഷൻ കടയിൽ ഞാൻ പോവും. ഇപ്പം ജോലിയൊന്നും ഇല്ലാത്ത ആൾക്ക് വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 രൂപ അരിയുടെ ഉപഭോക്താവാണ് ഞാൻ. ആ അരിയൊക്കെ മാസത്തിൽ 8 കിലോ കിട്ടും. അത് ഞാൻ വാങ്ങിക്കും. എനിക്ക് ചെറുപ്പത്തിലൊക്കെ അതിനേക്കാളും മോശം അരിയൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഏത് അരിയും എനിക്ക് പിന്നെ കുത്തിരി ആയാലും ചാക്കരി ആയാലും പച്ചരി ആയാലും ഒരുപോലെ ഇഷ്ടമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ആനുകൂല്യങ്ങൾ ഞാൻ വേണ്ടെന്ന് വെക്കുന്നില്ല. അങ്ങനെയൊക്കെ ഞാൻ കുഴപ്പമില്ലാതെ ഇതുവരെയും പോയിട്ടുണ്ട്. ഒത്തിരി കാലമൊന്നും പോകാൻ പറ്റില്ല. അതിന് മുമ്പ് എനിക്ക് ജോലി കിട്ടും, തിരിച്ച് കിട്ടും. താങ്കളെ അന്ന് മുറിവേൽപ്പിച്ച ആ സംഘടനയിൽ നിന്ന് പിന്നീട് ആരെങ്കിലും താങ്കളെ കാണാനായിട്ട് വന്നിട്ടുണ്ടോ? ആ സംഘടനയുടെ പേര് പറഞ്ഞ് ആരും വന്നിട്ടില്ല. പക്ഷേ ഇസ്ലാം മതത്തിലെ മറ്റ് ജമാഅത്തെ ഇസ്ലാമിക്കാരും മുജാഹിദ് ആരും ഒക്കെ അവർ വന്ന് എന്നോട് വളരെ അനുഭാവം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ എനിക്ക് അവരിൽപ്പെട്ട ആളുകൾ രക്തം തന്നിട്ടുണ്ടത്രേ. എനിക്ക് ഓർമ്മയില്ല, ഞാനങ്ങനെ ആശുപത്രി കിടക്കുന്ന സമയത്തെ അത് എൻ്റെ ശരീരത്തോടെ ഇപ്പം ഒഴുകുന്നുണ്ടാവും ഉണ്ട്. അപ്പം എന്തിനാണ് അവരുടെ രക്തം വാങ്ങിച്ചത്? വേറെ സാറിന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കാരില്ലായിരുന്നോ, പിന്നെ വേറെ പിള്ളേരെ വിളിക്കാൻ മതിയായിരുന്നു, സാറിനെ അങ്ങനെ ഉപദ്രവിച്ച ആ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ രക്തം എന്തിനാ വാങ്ങിച്ചെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് അവരും ഇവരും എല്ലാം ഒരുപോലെ തന്നെയാണ്. എനിക്ക് കുറേ ആളുകൾ അറിവില്ലാത്ത എന്നെ ഉപദ്രവിച്ചെന്ന് വിചാരിച്ച് ഒരു സമൂഹത്തിലുള്ള ആളുകൾ മുഴുവനും കുറ്റവാളികളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരെനിക്ക് സഹോദര തുല്യരാണ്. എൻ്റെ മക്കൾ എനിക്ക് രക്തം എൻ്റെ മകൻ തന്നു, എൻ്റെ കസിൻസ് തന്നു. അതുപോലെ തന്നെ അവരും എൻ്റെ ബന്ധുക്കൾ തന്നെയാണ്. അവരുടെ രക്തം ഞാൻ വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ് ഞാൻ ചെയ്തതെല്ലാം. അപ്പം കാലം തിരിച്ചറിയും എന്നാണ് താങ്കൾ? കാലം ഇപ്പം തന്നെ ആയി. ആളുകൾക്ക് മനസ്സിലാക്കണം എന്ന് ശരിയായിട്ടുള്ള ഒരു വിചാരമുള്ളവർ, ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളെ കാണുന്നവർ മനസ്സിലാക്കി കഴിഞ്ഞു. താങ്കളുടെ കുടുംബം? എനിക്ക് അമ്മയുണ്ട്, 84 വയസ്സുള്ള അമ്മയുണ്ട്, ഭാര്യയുണ്ട്. ഭാര്യ ഹൗസ് വൈഫാണ്, ജോലിയില്ല. പിന്നെ മൂത്തത് മകൻ, അവൻ BTech കഴിഞ്ഞ് MBAയും കഴിഞ്ഞു, റിസൾട്ട് കാത്തിരിക്കുകയാണ്. മോൾ BSc നേഴ്സിംഗ് തൊടുപുഴ അടുത്തുള്ളൊരു കോളേജിലാണ് പഠിച്ചത്, കോഴ്സ് കഴിഞ്ഞു, അവസാന വർഷ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ ഇരിക്കുകയാണ്. ഇത്രയും പേരാണ് വീട്ടിലുള്ളത്. അപ്പോൾ ഏതായാലും ജീവിതത്തിലെ എല്ലാവിധ ആയുസ്സും ആരോഗ്യവും ഞങ്ങൾ നേരുന്നു. ACV ന്യൂസിനു വേണ്ടി ഇത്രയും ഉള്ളു തുറന്നതിന് വളരെ നന്ദി. നമസ്കാരം.